ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് ഒരു കരിയർ റീഡിംഗ് ആയിട്ട് വന്നതാണ്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ കാണുന്ന വ്യൂവറിന് കരിയറിനെ പറ്റി റൈറ്റ് നൗ വാട്ട് യു നീഡ് ടു നോ, ലെറ്റ്സ് സീ. നിങ്ങളുടെ കരിയറിന് ഒരു പുതിയ ബിഗിനിങ് വരുന്നുണ്ട് ഗൈസ്. നിങ്ങൾ പുതിയൊരു റിസ്ക് എടുക്കാൻ റെഡിയാണ്. നിങ്ങൾക്ക് പുതിയൊരു ഓപ്പർച്യൂണിറ്റി, ബ്രാൻഡ് ന്യൂ ഓപ്പർച്യൂണിറ്റി, ബ്രാൻഡ് ന്യൂ ബിഗിനിങ് വരുന്നുണ്ട്. നിങ്ങൾ ഡിസൈഡ് ചെയ്യണം വെദർ യു നീഡ് ദാറ്റ് ഓർ നോട്ട്. ബിക്കോസ് എനിക്ക് പറയാനുള്ളത്, ചൂസ് ഇറ്റ്. ബിക്കോസ് നമുക്കൊരു റിസ്ക് എടുത്താലേ നമുക്ക് എന്തുള്ളൂ, ഒരു ബെനിഫിറ്റ് കിട്ടുള്ളൂ. പറയത്തില്ലേ, ബിസിനസ് ഈസ് ഫുൾ ഓഫ് അൺസർട്ടൈനിറ്റീസ്. ബിസിനസ്സിൻ്റെ കേസ് മാത്രമല്ല, ഏതൊരു കാര്യമാണേലും പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ ഒരു റിസ്ക് അതിൻ്റെ അകത്ത് ഉണ്ടാവും, റിസ്കിൻ്റെ ഫാക്ടർ ഉണ്ടാവും. വാട്ട് എൽസ് ഡു ദേ നീഡ് ടു നോ? ഓക്കെ, ഒരുപാട് അതിനെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കേണ്ട. അത് എടുത്താൽ നന്നാവുമോ, എന്താവും അതിനുണ്ടാവാൻ പോകുന്നത്, ഇനി അത് എടുത്തു കഴിഞ്ഞ് എൻ്റെ ഉള്ള ജോലി പോവോ, ഇല്ലെങ്കിൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവോ, അല്ലെങ്കിൽ ഞാൻ പ്രതീക്ഷിച്ച പോലെ ഒന്നും ആവില്ല സംഭവിക്കുന്നതെങ്കിലോ എന്നൊക്കെയുള്ള ഡൗട്ട്സും കൺഫ്യൂഷൻസും വരാൻ ചാൻസ് ഉണ്ട്. അത് ഓർത്ത് ചിന്തിച്ചിരുന്ന് ഒരുപാട് ടൈം വേസ്റ്റ് ചെയ്യണ്ട കേട്ടോ. കുറച്ച് റിസ്ക് എടുത്താലും കുഴപ്പമില്ല. ഇഫ് യു ആർ ഹാപ്പി, ഇഫ് ദാറ്റ് ഈസ് വാട്ട് മേക്സ് യു ഹാപ്പി, ഡു ഇറ്റ് കേട്ടോ. കാര്യം നിങ്ങളുടെ പാഷനാണ്, നിങ്ങളുടെ പാഷനാണത്. നിങ്ങളുടെ പാഷനേറ്റ് ആയിട്ടുള്ള കാര്യമാണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത്. പാഷനേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതല്ലേ സന്തോഷം. നമുക്ക് സന്തോഷം കിട്ടുന്ന കാര്യങ്ങളല്ലേ നമ്മൾ ചെയ്യേണ്ടത്. അപ്പം അത് ചെയ്യുക. വേറെ എന്താണ് നിങ്ങളിപ്പോൾ നിങ്ങളുടെ ഒരു കരിയറിനെ പറ്റി അറിയേണ്ട കാര്യം? നിങ്ങൾക്ക് ഒരു ഓപ്പർച്യൂണിറ്റി വരും എന്ന് ഞാൻ പറഞ്ഞു. ചില ആൾക്കാർക്കൊക്കെ അടുത്തുകൂടെ വന്നിട്ട് മിസ്സായി പോയിട്ടുണ്ടാവും. അതുകൊണ്ട് സൂക്ഷിക്കുക. നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റീസ് വരുമ്പോൾ അത് വേസ്റ്റ് ചെയ്ത് കളയല്ല. നല്ല ഓപ്പർച്യൂണിറ്റി ആണെങ്കിൽ അത് യൂട്ടിലൈസ് ചെയ്യൂ. അത് അടുത്തൂടെ പോയിട്ട് മിസ്സായി പോയ സിറ്റുവേഷൻ എൻ്റെ വ്യൂവേഴ്സിന് ആർക്കും വരല്ല. ചില വ്യക്തികളൊക്കെ പുറത്ത് പഠിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർ പുറത്തുനിന്നൊക്കെ ഗ്രാജുവേഷൻ എടുക്കാൻ ടൈം ആയിട്ടുണ്ട്, അല്ലെങ്കിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ ഗ്രാജുവേഷനൊക്കെ നന്നായിട്ട് വരുന്ന കാണുന്നുണ്ട്. വേറെന്താണ്, ചില ആൾക്കാർക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, കരിയർ ഓർത്തിട്ട് ഡൗട്ടാണ്. നിങ്ങൾക്ക് ഉറക്കമില്ല എന്ന് കാണുന്നുണ്ട്. നിങ്ങൾ ചെയ്യുന്ന ബിസിനസ് അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന വർക്ക് സ്ട്രെസ്സൊക്കെ കാണുന്നുണ്ട്. അപ്പം അതും നമുക്ക് ഹെൽത്തിന് നല്ലതല്ല. അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടൊരു മെസ്സേജ് എടുക്കുകയാണ് ഞാൻ. അത് കണ്ടതുകൊണ്ട് നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങൾ ചിന്തിച്ച് വെക്കുന്ന ബുദ്ധിമുട്ടുകളാണ് കേട്ടോ. നിങ്ങൾ ചിന്തിച്ചിട്ട് വരുത്തി വെക്കുന്നതാണ്, അല്ലാതെ അത് ശരിക്കുള്ളതല്ല, ഒരു ഇല്യൂഷനാണ്. നിങ്ങളുടെ തോട്ട്സ് കൊണ്ട് മാത്രം ഉണ്ടാവുന്നവയെന്ന് സാരം. അപ്പം അത് വരുത്തി വെക്കുന്ന വിനയാണ്. അങ്ങനെ ചെയ്യല്ല. ആരെങ്കിലും പറയുന്നത് മാത്രം കേട്ട് ജീവിക്കുന്നതും നല്ലതല്ല. നിങ്ങളുടെ ആഗ്രഹങ്ങളെ, നിങ്ങളുടെ മനസ്സിലെന്താണോ നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യം, അതിനെ സെൽഫ് സാവട്ടേജ് ചെയ്യുന്ന അവസ്ഥ വരരുത്. അങ്ങനെ കാണുന്നു. അങ്ങനെയുള്ളവർക്കാണ് ഉറങ്ങാൻ പറ്റാത്തത്. മറ്റുള്ളവർക്കും കൂടെ വേണ്ടിയിട്ട് ചിന്തിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. നമ്മുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ആര് പരിശ്രമിക്കണം? നമ്മൾ പരിശ്രമിക്കണം. നിങ്ങളുടെ പാഷൻ എന്താണോ അത് ചൂസ് ചെയ്യുക. അഗെയിൻ കേട്ടോ, നിങ്ങളുടെ പാഷൻ എന്താണോ അത് ചൂസ് ചെയ്യാനാണ് എനിക്കിവിടെ കാണുന്നത് കേട്ടോ. ചില ആൾക്കാർക്ക് കോമ്പറ്റീഷനാണ്. ജോലി ചെയ്യുന്ന സ്ഥലത്ത്, ബിസിനസ്സിൽ, പഠിക്കുന്ന സ്കൂൾ അല്ലെങ്കിൽ കോളേജിലൊക്കെ കോമ്പറ്റീഷൻ വരാൻ ചാൻസ് ഉണ്ട്. ഒരു മത്സര ബുദ്ധി, അതിനെ പോസിറ്റീവായിട്ട് എടുക്കുക, നെഗറ്റീവായിട്ട് എടുക്കണ്ട. മറ്റുള്ളവരെ തോൽപ്പിച്ചിട്ടൊന്നും കിട്ടാനില്ല. പക്ഷെ സ്വയം തോറ്റു കൊടുക്കരുത്. അങ്ങനെ ഒരു അർത്ഥവും കൂടെ ഉണ്ട്. നമ്മൾ നമ്മുടെ ലൈഫ് കൊളാക്കിയിട്ട് ആരെയും ചെയ്യിപ്പിച്ചു വിടല്ല. അതിൻ്റെ അർത്ഥം അവരെ തോൽപ്പിക്കുമെന്നല്ല. അവരുടെ ലൈഫായിട്ട് അവർ മുന്നോട്ട് പോട്ടെ, നമ്മുടെ കാര്യം ക്ലിയർ ചെയ്ത് നമ്മൾ മുന്നോട്ട് പോവാം. അതാണ് നമുക്ക് ഫോക്കസ് ആണ് വേണ്ടത്. ഫോക്കസ് ആൻഡ് ഡിറ്റർമിനേഷൻ, ദാറ്റ് ഈസ് വാട്ട് മേക്സ് എ കരിയർ വെൽ സെറ്റിൽഡ്. നമുക്ക് ആ ഫോക്കസും ഡിറ്റർമിനേഷനും ചുമ്മാ ഡയലോഗായിട്ട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നമ്മളത് പ്രാവർത്തികമാക്കണം കേട്ടോ. ഇവിടെ ഫോക്കസും ഡിറ്റർമിനേഷനും, അങ്ങനെ ഡിറ്റർമിൻഡ് ആയിരിക്കണം. 2 ഓപ്ഷൻസ്, 2 ചോയ്സസ് ഉള്ളവരൊക്കെ ഉണ്ട്. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടൊരു മെസ്സേജ് എടുക്കുകയാണ്. നിങ്ങൾ പാഷനേറ്റ് ആയിട്ട് ചിന്തിക്കുക. എവിടെയാണോ നിങ്ങളുടെ പാഷൻ ഇരിക്കുന്നത് അതിനെപ്പറ്റി ആലോചിക്കുക. ചിന്തിച്ചുകൊണ്ട് മാത്രം ഇരുന്നിട്ട് കാര്യമില്ല, ആക്ഷൻ എടുക്കണം. അതാ മാത്രം ആലോചിച്ചുകൊണ്ടിരുന്നാൽ വർക്കൗട്ട് ആവില്ല. ആലോചിച്ചുകൊണ്ടിരുന്ന തന്നെ സമയം പോവും. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ആക്ഷൻ എടുക്കണം. ടേക്ക് ആക്ഷൻ. നിങ്ങൾക്ക് എല്ലാത്തിനുള്ള കഴിവുണ്ട്, നിങ്ങൾക്ക് ചെയ്യാനുള്ള റിസോഴ്സസ് ഉണ്ട്.
സപ്പോർട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും കഴിവുണ്ട്. നിങ്ങളത് ചെയ്താൽ മതി കേട്ടോ. നിങ്ങളത് ചെയ്താൽ മതി. പഠിക്കുന്ന കുട്ടികളോടാണ് മെയിനായിട്ട് പറയുന്നത്. നിങ്ങളത് ചെയ്യൂ. ബാക്കിയുള്ള ആൾക്കാരാണെങ്കിലും നിങ്ങളുടെ കയ്യിൽ അതിനുള്ള റിസോഴ്സസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചെയ്യാൻ നോക്കുക, കാര്യങ്ങൾ ചെയ്തെടുക്കുക. വീണ്ടും അത് തന്നെയാണ് കാണുന്നത് കേട്ടോ. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾ കരിയർ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, your manifestation is working like hell. It's hella working. So move forward. കേട്ടോ. അപ്പോൾ ഇന്നത്തെ റീഡിങ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റി വേണം. ഇതിപ്പോൾ പല എനർജീസാണ്. ഞാൻ ഒരിക്കലും പറയില്ല ഞാൻ റീഡ് ചെയ്യുന്ന ഒരാൾക്ക് വേണ്ടിയിട്ടല്ല. ഇത് ജനറൽ റീഡിംഗ് ആണ്. അതുകൊണ്ട് പല എനർജീസ് ഇവിടെ വരും. നിങ്ങൾക്ക് പേഴ്സണലായിട്ട് റീഡിങ് വേണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? താഴെ കാണിക്കുന്ന നമ്പറിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ബുക്ക് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പ്രൈവറ്റ് റീഡിങ്സ് അവൈലബിൾ ആക്കാം. അപ്പോൾ കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടും. ഓക്കെ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇനിയും ഇങ്ങനെയുള്ള വീഡിയോസായിട്ട് വരാൻ വേണ്ടിയിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്.